ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ 11ാമത്തെ ചാപ്റ്റർ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ സൊസൈറ്റി എന്ന ലെസണിൽ ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുന്ന റിവിഷൻ. ഇന്ത്യ ഈസ് ബേസിക്കലി എ റൂറൽ സൊസൈറ്റി. ഇറ്റ് ഈസ് കോൾഡ് ദ ലാൻഡ് ഓഫ് വില്ലേജസ്. ഇതെപ്പോഴും ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഒരു വലിയ ലോങ് എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇത് കൊടുക്കണം. അവർ എക്കോണമി റെസ്റ്റ് ഓൺ അഗ്രികൾച്ചർ, നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് സാമ്പൽ വ്യവസ്ഥ ഉള്ളത് എന്ന് പറയണം. ഇതിൽ ചോദിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ലാൻഡ് റിഫോം മെയ്ഡ് ഇൻ ഇന്ത്യൻ വില്ലേജ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. അത് ക്രിറ്റിസൈസ് ചെയ്യുക, ക്രിറ്റിക്കലി എക്സാമിനാണ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ വേറൊരു കാര്യം നമ്മളോട് ചോദിക്കാം, ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്ന ലാൻഡ് റവന്യൂ സിസ്റ്റം. 3 ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെമീന്ദാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ബ്രിട്ടീഷുകാരാണ് ഈ 3 ഭൂപരിഷ്കാരങ്ങൾ നടത്തിയത്. ഇപ്പോൾ സെമീന്ദാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ആക്റ്റാണ്. അതായത് കോൺവാലിസ് പ്രഭുവാണ് അത് 1793 അത് അനുവദിച്ചത്. പ്രത്യേകിച്ച് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏതെല്ലാം പ്രോവിൻസസിലാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ, വാരണാസി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ സെമീന്ദാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കൊടുത്തു. സെമീന്ദാസ് വെർ റെക്കഗ്നൈസ്ഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്. അതുപോലെ ദ റൈറ്റ് ടു കളക്ട് റെൻറ്റ് ഫ്രം ദ പെസൻസ്, കർഷകരിൽ നിന്ന് ടാക്സ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ റെൻറ്റ് വാങ്ങിക്കാനുള്ള അനുവാദം. അതുപോലെ തന്നെ 11 പാർട്ടായിട്ടാണ് അവിടെ എമൗണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അതിൽ 11ൽ 1 ഭാഗം ഓഫ് ദ ഷെയർ ബിലോങ് ടു സെമീന്ദാസിനുള്ളതാണ്. അതിൽ ബാക്കിയോ ആൻഡ് 11ൽ 10 ഷെയർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഉള്ളതാണ്. ആ തരത്തിലാണ് അവർ വാങ്ങിച്ചിരുന്നത്. ഇനി അതുപോലെ റൈറ്റ് വാരി സിസ്റ്റം മറ്റൊരു ലാൻഡ് ടെന്യൂർ സിസ്റ്റമാണ് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇൻട്രൊഡ്യൂസ് ബൈ തോമസ് മുൻട്രോയാണ് 1820. അതിൽ ഏതെല്ലാം ഏരിയസിലാണ്? മദ്രാസ്, ബോംബെ, പാർട്ട് ഓഫ് ആസാം, അതുപോലെ കൂർഗ് പ്രോവിൻസസ്, ഇവിടെയൊക്കെയാണത് നടത്തിയത്. ഇപ്പോൾ റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർഷിപ്പ് റൈറ്റ് വർ ഹാൻഡഡ് ഓവർ ടു ദ പെസൻസ്. റൈറ്റ് വാരി സിസ്റ്റത്തിൽ അത് കർഷകർക്കാണ് ഓണർഷിപ്പ് കൊടുത്തിരിക്കുന്നത്. കൃഷി ചെയ്യുന്ന ഭൂമിയിൽ ഉടമസ്ഥ അവകാശം കൊടുത്തിരിക്കുന്നത് കർഷകരെ. അപ്പോൾ കർഷകരെന്ത് ചെയ്യണം? നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ടാക്സ് അടക്കണം. ബ്രിട്ടീഷ് ഗവൺമെൻറ് കളക്റ്റഡ് ടാക്സസ് ഡയറക്റ്റ്ലി ഫ്രം ദ പെസൻസ്. അപ്പോൾ ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് അവിടെ ചൂഷണം കുറവായിരുന്നു. അത് കുറച്ചും കൂടി ബെറ്റർ ആയ ഒന്നായിരുന്നു. 3ാമത്തത് മഹൽവാരി സിസ്റ്റമാണ്. മഹൽവാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ വില്യം ബെൻറ്റിക്കാണ് പ്രഭുവാണ്. അദ്ദേഹം ആണ് 1833 ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയേഴ്സ്, ആഗ്രയിലെ പഞ്ചാബ്, ഗാൻജറ്റിക് വാലി ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് അവതരിപ്പിച്ചത്. ഇതിലെന്താണ്? മഹൽവാരി സിസ്റ്റത്തിൽ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. സെമീന്ദാരി സിസ്റ്റത്തിൻ്റെയും റൈറ്റ് വാരി സിസ്റ്റത്തിൻ്റെയും. അതുകൂടാതെ തന്നെ പല മഹലായിട്ട് ഭൂമി തിരിച്ചു. മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ്. ദി സിസ്റ്റം ലാൻഡ് വാസ് ഡിവൈഡ് ഇൻ ടു മഹൽ. ഒരു മഹൽ എന്ന് പറഞ്ഞാൽ വില്ലേജ്. ഇവിടെ ഓണർഷിപ്പ് ലാൻഡ് കർഷകർക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ ടാക്സ് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് കമ്മിറ്റീസിനാണ്. അപ്പോൾ അവിടെ സെമീന്ദാരല്ല, വില്ലേജ് ഹെഡാണ്. അതായത് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവരാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 ലാൻഡ് ടെന്യൂർ സിസ്റ്റം അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ്, ബ്രിട്ടീഷ് പീരീഡ്. ഇനി അടുത്ത ചോദ്യം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ലാൻഡ് റിഫോംസ്, ഭാരതം നടപ്പാക്കിയ ലാൻഡ് റിഫോംസ്. ആദ്യം തന്നെ ഈ ഇടനില സമ്പ്രദായം സെമീന്ദാരി അബോളിഷൻ ആക്റ്റാണ് പുറപ്പെടുവിച്ചത്. ഈ ആക്ട് UP, തമിഴ്നാട്, ബീഹാർ, മധ്യപ്രദേശിലൊക്കെ അങ്ങ് നിലവിൽ വന്നു. അതുപോലെ തന്നെ ഈ ആക്റ്റിൽ ഭൂമി സെമീന്ദാരുടെ ഉടമസ്ഥതയിൽ നിന്ന് പിടിച്ചു കൊടുത്തിട്ട് അത് ഫാമേഴ്സിനെ, കർഷകർക്ക്, ആക്ച്വൽ കർഷകർക്കാണത് കൊടുത്തത്. അതുപോലെ കൂടുതലുള്ള ഇവർക്കും കൂടി കൊടുക്കാതെ കിടക്കുന്ന സർപ്ലസ് ലാൻഡ് വർ കോൺഫിസ്കേറ്റഡ് ഫ്രം സെമീന്ദാസ്, അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. ഒരു പരിധി നിശ്ചയിച്ചിട്ട് അതിൽ കൂടുതലുള്ള
ഭൂമി എല്ലാം പിടിച്ചെടുത്തു. അതുപോലെ കർഷകരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫാമേഴ്സ് ബൈ സെമീൻദാർ ലെഡ് ടു എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അതുകൊണ്ട് തന്നെ ദ ഫസ്റ്റ് ലാൻഡ് റിഫോം ഇൻട്രൊഡ്യൂസ് വാസ് ദാറ്റ് ഫാമേഴ്സ് വുഡ് ഡയറക്റ്റ്ലി പേ ദെയർ ടാക്സ് ടു ദ ഗവൺമെൻറ്. അപ്പോൾ നേരത്തെ എല്ലാ സംവിധാനങ്ങളും അങ്ങ് എടുത്തു കളഞ്ഞിട്ട് ഇനി അവിടെ സെമീൻദാരൊന്നുമില്ല. സെമീൻദാർമാരുടെ അവരുടെ അധികാരമൊക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് ഭൂമി കയ്യിൽ വെക്കാം കുറച്ച്. അതിനൊരു പരിധി നിശ്ചയിക്കുകയും ചെയ്തു. കൃഷിക്കാരെ നേരിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു ഷെയർ സർക്കാരിന് ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി. അത് സ്വതന്ത്ര സർക്കാർ, ഇൻഡിപെൻഡൻറ്റ് സർക്കാരാണ് നമ്മുടെ. അപ്പോൾ അവർക്ക് കൊടുക്കുക. ഇനി മറ്റൊന്ന് ലാൻഡ് സീലിംഗ് ആക്റ്റാണ് മറ്റൊരു നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ലാൻഡ് സീലിംഗ് ആക്ട് ഒന്ന് സെമീൻദാരി അബോളിഷൻ ആക്ട് എന്ന് പറയണം കേട്ടോ. ഇവിടെ ഞാൻ ഈ നമ്പർ ഇട്ടപ്പോൾ തെറ്റിപ്പോയി. ABC എന്ന് ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം സെമീൻദാരി അബോളിഷൻ ആക്ട് എയും ഇത് B ആയിട്ട് കൺസിഡർ ചെയ്യുക. ലാൻഡ് സീലിംഗ് ആക്ട് എന്ന് പറഞ്ഞാൽ ഭൂപരിധി നിയമം നിശ്ചയിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധനികരായ ആളുകൾക്ക് പ്രൈവറ്റ് ഹോൾഡിങ്ങിന് ഭൂമി അപ്പർ ലിമിറ്റ് നിശ്ചയിച്ചു. ആ ലിമിറ്റ് ഏകദേശം ഒരു ഫാമറിന് 300 ഏക്കർ കയ്യിൽ വെക്കാം. 80 ഏക്കർ ചെറിയ കർഷകർക്ക്, മാർജിനൽ ഫാമേഴ്സിന് ഒക്കെ അവരുടെ ലിമിറ്റ് അത്രയുമാണ്. അപ്പോൾ അതനുസരിച്ച് ലിമിറ്റ് വെച്ചുകൊണ്ട് ഏറ്റവും ഒരു വ്യക്തിക്ക് സ്വന്തമാക്കി വെക്കാവുന്ന ഏക്കർ അത് 220 ആണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഭൂമിയില്ലാത്ത കർഷകർക്ക് അത് കൊടുക്കും. ദ പ്രൊഡക്റ്റീവ് ഏരിയ വാസ് ലോ സീലിംഗ് ലിമിറ്റ്. ഇത് നല്ല ഫെർട്ടിലിറ്റിയുള്ള മണ്ണിൽ ലോ സീലിംഗ്, അവിടെ കുറച്ച് ഭൂമിയെ കൈവശം വെക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ഇനി അവിടെ വരൾച്ച ബാധിച്ച് അധികം കൃഷിയിൽ ഉൽപ്പാദനമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഭൂമി കൈവശം വെക്കാം. അപ്പം അതനുസരിച്ച് ഒരു നിയമം ഉണ്ടാക്കി. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് സക്സസ്ഫുള്ളായി. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇവർ കള്ളത്തരം കാണിക്കാൻ തുടങ്ങി. ഇവർ ബിനാമി ട്രാൻസ്ഫർ, ഇവരുടെ ഭൂമി 220 ഉള്ളൂ, ഞങ്ങൾക്ക് ഭൂമി അത്രേ ഉള്ളൂ എന്ന് കാണിച്ചിട്ട് ബാക്കിയുള്ള ഭൂമി ഗവൺമെൻറ് അത് കണ്ടുകിട്ടുന്നതിന് മുമ്പ് അവരുടെ ജോലിക്കാർ, ആശ്രിതർ, അകന്ന ബന്ധുക്കൾ, അല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ തന്നെ, എന്നിട്ട് അത് ഭാര്യയാണെന്ന് പറയില്ല, ഭാര്യനെ ലീഗലി ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടത് പേപ്പർ വർക്ക്, നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയാം അത് ഭാര്യയാണെന്ന്. പക്ഷെ ലീഗലി ഡിവോഴ്സ് ചെയ്തിട്ട് ആ ഭാര്യ അവിടെ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ടാവും. അത് അകന്ന ബന്ധത്തിലെ ഒരു സ്ത്രീയാണ് എന്നുള്ള ആ ഒരു രീതിയിൽ ഭാര്യയുടെ പേരിലും കുറേ സ്വത്തുക്കൾ എഴുതി വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബിനാമി ട്രാൻസ്ഫർ. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ ബിനാമി ട്രാൻസ്ഫർ? അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഠിക്കാം. പിന്നെ ടെനൻസി, കുടിയാൻ പരിഷ്കാരങ്ങൾ. അപ്പോൾ C ആണിത്, B അല്ല. കുടിയാൻ പരിഷ്കാരങ്ങളാണ്. അതായത് ടെനൻസി ആക്ട് കൊണ്ടുവന്നു. അതായത് ടെനൻറ്റ്, ഒരു ഭൂമി വാടകയ്ക്ക് എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കുടിയാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചില ഭൂമിക്ക് നല്ല പ്രൊഡക്ടിവിറ്റി കാണുമ്പോൾ എന്ത് ചെയ്യും? ഭൂമിയുടെ ഉടമസ്ഥൻ, കർഷകൻ, ഭൂമിയുടെ പ്രഭു അത് തിരിച്ചു വാങ്ങിച്ചെടുക്കും. അതൊക്കെ വന്നപ്പോൾ ഒരു സെക്യൂരിറ്റി ഇല്ല ടെനൻറ്റിന്. കൃഷി ചെയ്ത് നന്നായിട്ട് വരുമ്പോൾ ആ ഭൂമി തിരിച്ചു വേണം, ഇനി മുതൽ പാട്ടത്തിന് നൽകുന്നില്ല എന്ന് പറഞ്ഞു കളയും. അപ്പോൾ അവിടെ ഒരു ഉപജീവന മാർഗം വഴിമുട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്തത്? അപ്പോൾ ഗവൺമെൻറ് ടെനൻസിന് പല സെക്യൂരിറ്റി ഫോർ ടെനൻസിന് വേണ്ടി ഒരു സർട്ടൺ പീരീഡ് നിശ്ചയിച്ചു. ഓണേഴ്സ് കനോട്ട് ടേക്ക് ദ ലാൻഡ് ബാക്ക് ബിഫോർ ദാറ്റ് പീരീഡ്. അത് ചിലപ്പോൾ 2 വർഷമായിരിക്കാം, ചിലപ്പോൾ 5 വർഷമായിരിക്കാം, 10 വർഷമായിരിക്കാം. അതുപോലെ തന്നെ അത് പരിധിക്ക് ഉള്ളിൽ ചോദിക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തത് റെഗുലേഷൻ ഓഫ് റെൻറ്റ്. അപ്പോൾ റെൻറ്റിൽ നിയന്ത്രണം വരുത്തി. സർട്ടൻ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വാസ് ടു ബി ഗിവൺ ടു ലാൻഡ് ലോഡ്. ഐദർ ഹി വുഡ് പേ ഓർ ഇൻ ദി ബിഗിനിങ് ഹി വുഡ് നോട്ട് എഗ്രി ടു പേ മണി. അപ്പോൾ അതിൽ ഒരു ലാഭത്തിൻ്റെ ഒരു നിശ്ചിത തുക ഭൂവുടമക്ക് നൽകണം. ഇനി അത് നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കൊടുക്കുകയും വേണ്ട. അത് നേരത്തെ ഒരു കരാറ് അനുസരിച്ച്. ഇനി മറ്റൊരു നിയമം വന്നത് സ്വതന്ത്ര ഭാരതത്തിൽ കൺസോളിഡേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിങ്. ഓരോരുത്തർക്ക് ഇപ്പോൾ ചെറിയ കർഷകർക്ക് കുഞ്ഞു ഏക്കർ ഭൂമികൾ കിട്ടിയിട്ട് അത് കൃഷി ചെയ്യുന്നതിന് വളരെയധികം എക്സ്പെൻസ് ഉണ്ട്. അവർ ട്രാക്ടർ കൊണ്ടുതന്നാം, ടില്ലർ കൊണ്ടുതന്നാം. അപ്പോൾ ഇതൊക്കെ 2-3 കർഷകരെ യോജിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെൻ്റ് എടുക്കുന്നതൊക്കെ അവർക്ക് ഒത്തിരി ലാഭം കിട്ടും. അപ്പോൾ 4ാമത്തെ പോയിൻ്റ് D, കൺസോളിഡേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിംഗ് ആണ്. അതായത് ഈ റിഫോംസിലൂടെ എന്ന് പറഞ്ഞാൽ
കൃഷിഭൂമി ഏകീകരിക്കുകയാണ് ചെയ്തത്. അത് കൃഷി ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പ്ലോട്ടുകളെല്ലാം തന്നെ ലാൻഡ്സ് വുഡ് ബി കൺസോളിഡേറ്റഡ്, ബിഗ് പീസ് ലാൻഡാക്കി മാറ്റുക, എന്നിട്ട് അതിൽ കൃഷി ചെയ്യുക. അതിൻ്റെ ഷെയർ, ആ ഭൂമി ഓരോരുത്തരുടെ ഉടമസ്ഥത എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയർ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മേഖലയിൽ ഒരാൾക്ക് മറ്റൊരു മേഖലയിൽ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഹോൾഡിങ് അല്ലെങ്കിൽ ഏകീകരണത്തിലൂടെ ഇത് ലഭിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഭൂമിയുടെ ഇതിനാവശ്യമുള്ള പോയിൻറ്റ്സ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ സബ് ഡിവിഷനായിട്ട് മുറിച്ച് പോകാതിരിക്കാനായിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് ഫാമിങ് ഗവൺമെൻറ്റും കൂടി പ്രോത്സാഹിപ്പിച്ചത്. ഫാമേഴ്സ് ക്യാൻ പൂൾ ദെയർ ലാൻഡ്സ് ആൻഡ് റിസോഴ്സസ് ആൻഡ് ഗെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് എക്കണോമിക് ഓഫ് സ്കെയിൽ ആൻഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ മുതൽ മുടക്ക് ഇടുന്നതനുസരിച്ച് അവർക്ക് ഷെയർ കിട്ടും. പക്ഷെ അത് വലുതായിട്ടൊന്നും വിജയിച്ചില്ല. കോപ്പറേറ്റീവ് ഫാമിങ് അത്രക്ക് അങ്ങോട്ട് വിജയിച്ചില്ല. ഇനി അടുത്തത് ലാൻഡ് റെക്കോർഡ്സ് സൂക്ഷിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ ഭൂമി ആരുടേതാണ് എന്നുള്ള തർക്കങ്ങൾ, അതിലെ വരുമാനത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ, ഉടമസ്ഥതയെക്കുറിച്ച് തർക്കങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി രേഖകൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് സൂക്ഷിക്കാൻ തുടങ്ങി. അതാണ് മറ്റൊന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് ഭാരതത്തിൽ വരുത്തിയ ലാൻഡ് റിഫോംസ്. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം ഗ്രാമീണ തലത്തിൽ വന്നത്. MS സ്വാമിനാഥൻ 1960s ഇങ്ങനെ ഒരു ഹരിത കൃഷി രംഗത്തൊരു ടെക്നോളജി വികസിപ്പിച്ചത്. ഇതിലൂടെ അദ്ദേഹം എന്താ ചെയ്തത്? ഹൈ ഈൽഡിങ് സീരിയൽ വെറൈറ്റീസ്, അതുപോലെ ജലസേചനം നടത്തിക്കൊണ്ട്, വളമിട്ടുകൊണ്ട്, പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാം, അതുപോലെ കോടിക്കണക്കിന് ആളുകളുടെ പട്ടിണി മാറ്റാം എന്ന് കണ്ടുപിടിച്ചു. അതിലൂടെ ഒരു നൂതനമായ ടെക്നോളജിക്കൽ അഗ്രികൾച്ചർ ആരംഭിച്ചു. അതിനെ ഇൻ്റർനാഷണൽ ഏജൻസീസ് മുന്നോട്ട് വന്നു. അവരെന്തൊക്കെ പ്രൊവൈഡ് ചെയ്തു? അവർ ഹൈ ഈൽഡ് സീഡ്സ്, അത് ഗവൺമെൻറ് വഴിയാണ് അവർ കൊടുത്തത്. ഇൻസെക്ടിസൈഡ്, കീടനാശിനികൾ, ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെ വില കുറച്ച് സബ്സിഡി നിരക്കിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കൊടുത്തു. അങ്ങനെ വന്നപ്പോഴെന്താണ്? കൃഷിക്കുള്ള ലോണും കൊടുത്തു. അപ്പോൾ ഏകദേശം കർഷകർക്ക് അതൊരു ആശ്വാസമായി മാറി. ഇതാണ് ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇറിഗേഷൻ ഫെസിലിറ്റി പോസിബിളായ സ്ഥലത്തൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ധാരാളം വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് അവിടെ തിരഞ്ഞെടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പും നെല്ലുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ വന്നത് തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നീ സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഗ്രീൻ റെവല്യൂഷൻ സാധ്യമായത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒത്തിരി പ്രൊഡക്ഷൻ വന്നു. അതുപോലെ ഇന്ത്യക്ക് അവിടെ ദാരിദ്ര്യം എന്നുള്ള പട്ടിണി, ഫുഡ് സ്കേഴ്സിറ്റി എന്നുള്ളത് ഇല്ലാണ്ടായി. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഗ്രീൻ റെവല്യൂഷൻ കുറേ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി, മെറിറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി. പക്ഷെ അതിൻ്റെ ഒരുപാട് നെഗറ്റീവ് ഇഫക്റ്റാണ് കൂടുതൽ ഉണ്ടായത്. അതായത് സാധാരണ സ്മോൾ സ്കെയിൽ ഫാമേഴ്സിന് ഇതിന് ഒട്ടും തന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല. കിട്ടിയത് മുഴുവൻ വലിയ വലിയ ഫാമേഴ്സിനാണ്, കർഷകർക്കാണ്. അത് കാരണം എന്താണ്? വലിയ വലിയ വളങ്ങൾ, കീടനാശിനികൾ വാങ്ങിക്കാനൊക്കെ ബിഗ് ക്യാപിറ്റൽ, അതായത് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യണം. അത് നല്ല വിത്ത് വാങ്ങാനും വളം വാങ്ങാനും കീടനാശിനി വാങ്ങാനും. അതുമാത്രമല്ല ഇറിഗേഷൻ ഫെസിലിറ്റിക്ക് ടെക്നോളജി ആവശ്യമാണ്. അതിനെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് അറിയാൻ പാടില്ലാത്തവർ, അവർക്കിത് ഉപകാരപ്പെട്ടില്ല. അതുപോലെ തന്നെ സ്മോൾ ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അവരുടെ സെൽഫ് സഫിഷ്യൻ്റാണ്. അവരുടെ വില്ലേജിൽ മാത്രം കുറച്ച് വിൽക്കാനും വേണ്ടി അവർ ഉപയോഗിക്കുന്നുള്ളൂ. വലിയ മാർക്കറ്റൊന്നും അവർ എയിം ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് ഒട്ടും തന്നെ ഫലപ്രദമായില്ല, ഉപകാരമായില്ല. അതുകൊണ്ട് മിഡിൽ ക്ലാസ്സുകാർക്കും റിച്ച് ഫാമേഴ്സിനും ഇത് ഉപകാരപ്രദമായി. ഇനി ഫാമേഴ്സ് എന്നുള്ള എൻ്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റിയിട്ടുണ്ട്. ഫാനേഴ്സ് എന്നാണ് എഴുതിയേക്കണം, M ആണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഒരുപാട് ഈൽഡ് വന്നതുകൊണ്ട് ഗ്രീൻ റെവല്യൂഷൻ കുറേ പേര് റിച്ചായി, കുറേ പേര് കൂടുതൽ ദരിദ്രാവസ്ഥയിൽ, അത് ഇന്നീക്വാളിറ്റി കാരണമായി, അസമത്വത്തിന് കാരണമായി. അതുപോലെ ധനികർ കൂടുതൽ ധനികരാകുകയും ടെനൻസിന്, കുടിയാന്മാർക്ക്, ചെറുകിട കർഷകരോടൊക്കെ ഭൂമി കാലാവധി കഴിഞ്ഞപ്പോൾ മേടിച്ചെടുത്തു. കാരണം ജലസേചന പദ്ധതിയിലൂടെ ഇങ്ങനെ ഇറിഗേഷൻ ഫെസിലിറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാം,
എന്ന് പറഞ്ഞപ്പോൾ റിച്ച് ഫാമേഴ്സ് അതെല്ലാം തിരികെ മേടിച്ചെടുത്തു. അപ്പോൾ സാധാരണക്കാരായ കർഷകർ ദുരിതത്തിലായി. ഇനി കൃഷിക്കാർ ജോലി ചെയ്യുന്നതൊക്കെ യന്ത്രങ്ങൾ ഏറ്റെടുത്തു. അതുകൊണ്ട് സാധാരണ പണിക്കാർക്കും പണിയില്ലാണ്ടായി മാറി. അപ്പോൾ ഈ ഭാഗം തന്നെ ഇനിയും ഉണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ്. അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻസാണ് സർക്കുലേഷൻ ഓഫ് ലേബർ. അപ്പോൾ തൊഴിൽ ചംക്രമണം എന്നാൽ എന്ത്? അപ്പോൾ തൊഴിലില്ലാതെ ആയപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷനുള്ള സ്ഥലത്തേക്ക് എല്ലാവരും തൊഴിൽ തേടിപ്പോയി. അതാണ് സർക്കുലേഷൻ ഓഫ് ലേബർ. അപ്പോൾ ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ലേബറോ? അപ്പോൾ ഈ പുരുഷന്മാരെല്ലാം ജോലി തേടിപ്പോയപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ അവിടെയുള്ള ചെറിയ കാർഷിക ജോലികളിൽ ഏർപ്പെട്ടു. ഇനി ഫുഡ് ലോസ് ലേബേഴ്സ് ആരാണ്? ഒരു സ്ഥലത്ത് സ്ഥിരമായ ജോലിയില്ല. കുറച്ച് പഞ്ചാബിലാണ് ആദ്യം ജോലിയെങ്കിൽ അവിടുത്തെ സീസൺ കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് വേറെ ജോലിക്ക് പോകും. അപ്പോൾ അവർക്ക് പാദം നഷ്ടപ്പെട്ട തൊഴിലാളികൾ എന്ന പേരിൽ അവരറിയപ്പെടാൻ തുടങ്ങിയതാണ് ഫുഡ് ലോസ് ലേബേഴ്സ്. ഇപ്പോൾ സർക്കുലേഷൻ ലേബർ എന്ന് പറഞ്ഞാൽ കമേഴ്സ്യലൈസേഷൻ അഗ്രികൾച്ചർ റെസ്പോൺസിബിൾ ആണ് ആളുകളുടെ ഇങ്ങനെ മൈഗ്രൻ്റ് അഗ്രികൾച്ചർ ലേബറിന് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ആളുകൾ ജോലിക്ക് വേണ്ടി ഡിമാൻഡ് അനുസരിച്ച് പോകേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ എല്ലാവരും കുടിയേറി പാർത്തത് പഞ്ചാബിലേക്കാണ്. കുടിയേറി പാർക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യനെയും കുട്ടികളെയൊക്കെ നാട്ടിൽ വിട്ടിട്ട് തൊഴിലാളികൾ മാത്രമാണ് മൈഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് സ്ത്രീകൾ ഈ പറയുന്ന പോലെ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ മൈഗ്രൻ്റ് വർക്കേഴ്സൊക്കെ വരൾച്ചയുള്ള പ്രദേശത്ത് നിന്ന് വന്നവരാണ് കൂടുതൽ. അവർ ഈ അഗ്രികൾച്ചർ കൂടുതൽ നടക്കുന്ന ഹരിത വിപ്ലവ ഏരിയയിലേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ നിന്ന് കഴിയുമ്പോൾ അവർ തിരിച്ച് വേറെ സ്ഥലത്തിൽ ചുളയിൽ UP-യിലോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് നിർമ്മാണ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ഈ ബാംഗ്ലൂരോട്ട് പോകും. അതുകൊണ്ട് ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് ഹാവ് ബീൻ ടേംഡ് ആസ് ഫുഡ് ലോസ് ലേബേഴ്സ് ബൈ ജാം ബ്രിമാൻ. ഇത് വൺ വേർഡിൽ എപ്പോഴും ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫെമിനൈസേഷൻ ജെൻഡറോ? വിമൻ ആർ ഓൾസോ എമേർജ്ഡ് ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് അഗ്രികൾച്ചർ ലേബർ. കാരണം പുരുഷന്മാരൊന്നും ഇല്ല നാട്ടിൽ, അപ്പോൾ അവരത് ഏറ്റെടുത്തു. സോ ദിസ് ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ലേബർ ഫോഴ്സ് വന്നു. ഇതൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ മറ്റ് പോയിൻറ്റ്സ് ഒക്കെ ചോദിക്കുന്നത്. പിന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവത്തിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ജലം അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലും പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഇറിഗേഷൻ നടത്തിയിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴെന്താണ് സംഭവിച്ചത്? ഒരുപാട് പുതിയ പ്ലാന്റുകൾ നടാൻ ആവശ്യപ്പെട്ടു മൾട്ടിനാഷണൽ കമ്പനീസ്. അങ്ങനെ വന്നപ്പോഴവർ ആവശ്യപ്പെട്ടത് ക്യാഷ് ക്രോപ്സാണ്. ക്യാഷ് ക്രോപ്സ് കോട്ടനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ എനിക്ക് സാധാരണ പച്ചക്കറികളും മറ്റു വിളകളും കൃഷി ചെയ്യുന്നവർക്ക് അതെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം അവരാവശ്യപ്പെടുന്ന കൃഷി ചെയ്യേണ്ടി വന്നു. ഇത് കർഷകരെ കൂടുതൽ വിഷമിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴെന്താണ് സംഭവിച്ചത്? അപ്പോൾ ഒരു ക്രോപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ചിലടത്ത് ഈ പറഞ്ഞ പോലെ മൾട്ടിനാഷണൽ കമ്പനി പറയണ ഏതാണോ ആ ക്രോപ്പ്. ഇത് വന്നപ്പോൾ ചില സമയത്ത് വിളനാശം നേരത്തെ തന്നെ പറയുമ്പോൾ വിത്തുകൾ കൊടുക്കുന്നു, വളം കൊടുക്കുന്നു, എടുക്കാനുള്ള ഒരു റേറ്റും കൂടി ഈ പ്രൊഡക്റ്റിന് നിശ്ചയിക്കുന്നു. പക്ഷേ വിളനാശം സംഭവിക്കുമ്പോൾ എന്തു ചെയ്യും? ഈ കരാറിൽ ഇത്ര ഉൽപ്പന്നം, ഇത്ര കിൻഡൽ ഉൽപ്പന്നം കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. കരാർ ലംഘിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ ഭയങ്കര പ്രോബ്ലമായി മാറി കർഷകർക്ക്. അപ്പം ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ആളുകൾ റിച്ചായി മാറി, ചില സ്ഥലങ്ങൾ ബാക്ക്വേർഡായി മാറി. അപ്പോൾ പ്രദേശങ്ങൾ തന്നെ ചില പ്രദേശങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചു, ചില പ്രദേശങ്ങളോ ദാരിദ്ര്യവും കഷ്ടപ്പാടും കലാപഭൂമിയായിട്ട് മാറി എന്ന് പറയാം. അതുപോലെ ലേബേഴ്സിന് അല്പം നല്ല ഉയർന്ന വേതനമൊക്കെ കിട്ടി, അവർക്ക് അതുകൊണ്ടൊക്കെ മെച്ചപ്പെട്ട സ്ഥിതിയൊക്കെ ലഭിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഈ വർധന അവർക്ക് വാങ്ങിക്കേണ്ട വസ്തുക്കൾ, കീടനാശിനികൾ, ഇതൊക്കെ വില കൂടുതലാണ്. അതുകൊണ്ട് അത് അവർക്ക് ഉപകാരപ്പെട്ടില്ല. കാരണം ചിലവും അതുപോലെ തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ലേബേഴ്സ് ആകെ പ്രശ്നത്തിലായി. അവർക്ക് ക്യാഷൊക്കെ അല്പം കയ്യിലില്ലാത്ത അവസ്ഥയായി മാറി. പിന്നെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ വേ ഓഫ് അഗ്രികൾച്ചർ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. സയൻറ്റിഫിക് മെത്തേഡാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പഴയ പരമ്പരാഗത കൃഷി രീതി ചെയ്യുന്ന കർഷകരൊക്കെ കഷ്ടത്തിലായി മാറി. പിന്നെ ഈ ന്യൂ സ്റ്റൈൽ ഫാമിങ്ങും പുതിയ ബ്രീഡ് സീഡും ഒക്കെ ഒരുപാട് എൻവയറമെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാക്കി. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ അല്ലേ, അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എന്താണ് ആവശ്യപ്പെട്ടത്?
ആളുകളും സയൻറ്റിസ്റ്റും അഗ്രികൾച്ചറൽ സംഘടനകളും ഈ ഗ്രീൻ റെവല്യൂഷനെതിരെ രംഗത്തേക്ക് വന്നു. അതുപോലെ പീപ്പിളിനോട് ആവശ്യപ്പെട്ടു ഗോ ബാക്ക്, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് അറിയാതെ വീണതാണ്, ഗോ ബാക്ക് ടു ദെയർ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. ഇനി അതുപോലെ തന്നെ ഇത് ഹാംഫുള്ളാണ് ഹെൽത്തിന്, ഹൈൽഡ് സീഡ്സും വെജിറ്റബിൾസും എല്ലാം തന്നെ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉള്ളതുകൊണ്ട് ഫാമേഴ്സ് സൂയിസൈഡ് ഗ്രീൻ റെവല്യൂഷൻ പീരീഡിൽ വളരെ കൂടുതലായിരുന്നു. കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഹരിത വിപ്ലവം ഒരുപാട് യന്ത്രം ഉപയോഗിച്ചതുകൊണ്ട് കർഷകർക്ക് ഇതുപോലെ തന്നെ ജോലിയില്ലാണ്ടായി മാറി. അതുപോലെ സബ്സിഡി, ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും പ്രൈസും ഇല്ലാത്തതുകൊണ്ട് കർഷകർക്ക് യാതൊരു സഹായവും ലഭിച്ചില്ല. അതിൻ്റെ ഇടയിൽ ലിബറലൈസേഷനും കൂടി വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പല പുറത്തുനിന്ന് കടം വാങ്ങിച്ച ആളുകൾ കടക്കിണിയിലെത്തി. അതുപോലെ വിളനാശം സംഭവിക്കും, പലപ്പോഴും മഴ വരും, കീടങ്ങൾ ആക്രമിക്കും. സമയത്തൊക്കെ ഒന്നും തന്നെ ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ല. ഇതൊക്കെ ഇൻസെക്യൂരിറ്റിയായി മാറി. പിന്നെ ഇത് കൂടാതെ ഇവരുടെ കുടുംബ പ്രശ്നം, ഒരുപാട് ചിലവുകൾ നോക്കാനുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം, മെഡിക്കൽ കെയർ, മെഡിക്കൽ എന്നാണ് MEDICAL, മെഡിക്കൽ കെയർ, ഇതിനൊക്കെ വേണ്ടി ഇവർക്ക് ഒരുപാട് പണം വേണ്ടി വന്നു. അപ്പോൾ 1990s ആയപ്പോഴാണ് ഈ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷനൊക്കെ വന്നപ്പോൾ ആളുകൾക്ക് വായ്പ എടുക്കേണ്ടി വന്നു. അപ്പോൾ 1990s കർഷകരെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്ത കാലഘട്ടമാണത്. അതുപോലെ നാഷണൽ ഇൻകം, ഈ കണക്കുകളൊക്കെ ഒന്ന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും നിങ്ങൾക്കതൊന്ന് നോട്ട് ചെയ്ത് എഴുതിയാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്ന സ്ഥലങ്ങളൊക്കെ ഒഡീഷ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും പോയിൻറ്റ്സ് ഒന്ന് ഓർത്ത് പഠിച്ച് വെച്ചിട്ട് പോവുക. തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. താങ്ക് യു.